ഹലോ, എൻ്റെ പേര് സന്ധ്യ. ഞാൻ ഈ ചാനലിൽ എളുപ്പത്തിലും വേഗത്തിലും ചെയ്യാവുന്ന ഇന്ത്യൻ റെസിപ്പീസാണ് ചെയ്യുന്നത്. അപ്പോൾ ഏപ്രിൽ മാസമായി, വിഷു വരാറായി. അപ്പോൾ വിഷുവിന് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. മുന്തിരിങ്ങ ഉപയോഗിച്ച് ഒരു പച്ചടിയാണ് നമ്മളിന്ന് ചെയ്യുന്നത്. ഇതിനാവശ്യമുള്ള സാധനങ്ങളുടെ ലിസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്. മുന്തിരി അല്ലെങ്കിൽ ഗ്രേപ്സ് പച്ചടി ഉണ്ടാക്കാൻ ആവശ്യമുള്ള സാധനങ്ങൾ നോക്കാം. പച്ച മുന്തിരിങ്ങ ഞാൻ എടുത്തിട്ടുണ്ട്. അതിനെ രണ്ടായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട്. തേങ്ങ ചെറുകിയത്, കടുക്, പച്ചമുളക്, വറുത്തിടാനായിട്ട് കടുക്, ചുവന്ന മുളക്, കരിവേപ്പില, പിന്നെ ഞാൻ കുറച്ച് ചെറിയുള്ളി ഉപയോഗിക്കുന്നുണ്ട്. തൈര് ഉപയോഗിച്ചുണ്ടാക്കുന്ന കറികളിൽ ചെറിയുള്ളി വറുത്തിടുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇത് ഓപ്ഷണലാണ്, ഇഷ്ടമല്ലെങ്കിൽ എടുക്കണ്ട. പിന്നെ തൈര്. ഇത് കൂടാണ്ട് നമുക്ക് വെളിച്ചെണ്ണയും ആവശ്യത്തിന് ഉപ്പും ആവശ്യം വരും. നമുക്കിത് ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ സാധാരണ പച്ചടി പോലെ തന്നെ തേങ്ങയും കടുകും ഈ പച്ചമുളകും കൂടി നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഞാനിത് അരച്ചിട്ട് തിരിച്ചു വരാം. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു പാത്രം മീഡിയം ഫ്ലെയിമിൽ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്തെടുത്ത മുന്തിരിങ്ങ ആഡ് ചെയ്യാം. ഇതൊരു മിനിറ്റ് നേരത്തേക്ക് ഒന്ന് ചെറുതായിട്ട് വഴറ്റാം. രണ്ട് മിനിറ്റ് നേരം മുന്തിരിങ്ങ നന്നായിട്ടൊന്ന് വഴറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചെടുത്ത് തേങ്ങ പേസ്റ്റ് ആഡ് ചെയ്യാം. തേങ്ങ ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് ഈ തേങ്ങ ഒന്ന് ഒരു 1-2 മിനിറ്റ് നേരത്തേക്ക് ഇതിൽ കിടന്നൊന്ന് വേഗട്ടെ. തേങ്ങ ഒന്ന് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് തൈര് ചേർക്കാം. തൈര് ഞാനൊന്ന് മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട്. ഈ തൈര് ഇതിലേക്ക് ചേർക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. തൈരും തേങ്ങയുടെ മിക്സ്ചറൊക്കെ ഒന്ന് നന്നായിട്ട് മിക്സ് ആയതിന് ശേഷം നമുക്ക് ഇത് അടുപ്പിൽ നിന്ന് ഇറക്കാം. ഇനി ചെയ്യേണ്ടത് വറുത്തിടുകയാണ്. അപ്പോൾ ഒരു വറുത്തിടുന്ന പാനിൽ ഞാൻ ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടാകുമ്പോൾ നമുക്ക് ഉള്ളി അതിലേക്ക് ചേർക്കാം. ഉള്ളി നിങ്ങൾ ഉപയോഗിക്കുന്നില്ലെങ്കിൽ കടുക് ഡയറക്റ്റായിട്ട് ചേർത്തോളൂ. ഉള്ളി ഒന്ന് നന്നായിട്ട് ബ്രൗൺ ആവണം. ഉള്ളി നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കടുക് ചേർക്കാം. കടുകൊന്ന് പൊട്ടട്ടെ. കടുക് പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് ഒരു ചുവന്ന മുളക് ആഡ് ചെയ്യാം. ഒപ്പം തന്നെ കരിവേപ്പിലയും ചേർക്കാം. ഇനി ഗ്യാസ് ഓഫ് ചെയ്യാം. പച്ചടി ഒരു വിളമ്പുന്ന പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വറുത്തിട്ട മിശ്രിതം ചേർക്കാം. പച്ചടി റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് സദ്യക്ക് വിളമ്പാം. പച്ചടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ വിഷുവിന് ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കാം. അടുത്ത പ്രാവശ്യം ഒരു പുതിയ റെസിപ്പിയുമായി വരുന്നവരെ ബൈ.